ഹലോ മക്കളെ, ടെല്ല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ എന്താണ് നമ്മുടെ ബേസിക് മാത്തമാറ്റിക്സിന്റെ ലെക്ചർ 5 വീഡിയോ അല്ല. ഓക്കെ, സോ നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് ഇങ്ങനെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഫിസിക്സ് ഈസി ആക്കാനും വേണ്ടി നമുക്കറിയാമല്ലേ, കഴിഞ്ഞ ഇയറിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ്, നമ്മുടെ ജെഇ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് സെറ്റ് അല്ലാത്തതുകൊണ്ട്, നമ്മുടെ മാത്തമാറ്റിക്സ് സെറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഫിസിക്സിന് സോൾവ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ മാത്തമാറ്റിക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, സ്ട്രോങ് ആക്കാൻ പോവുക. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെക്ചറാണ്. ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ, അതേപോലെ ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ. ഓക്കെ, സോ ഒരു ഫംഗ്ഷന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കണ്ടുപിടിക്കുന്ന കുറച്ച് പരിപാടികളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് താണ്ടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഇതാ നോക്കിയേ, മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതാ നോക്കിയേ, എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മാസ് ഇരിപ്പുണ്ട്. എന്തോ ഇരിപ്പുണ്ട്, എൻ്റെ കയ്യിലൊരു മാസ് ഇരിപ്പുണ്ട്. സോ ഈ മാസ് ഇതാണ്ട് എന്ത് ചെയ്യാൻ പോവുക, ഒരു സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുകയെന്ന് വിചാരിക്കുക. എന്ത് വെച്ചേക്കുക, ഒരു സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്പ്രിങ്ങുമായിട്ട് അറ്റാക്ക് ചെയ്ത് വന്നില്ലേ ഇത്. സോ അതാ നോക്കിയേ, ഇതുപോലെ ഒരു സ്പ്രിങ്ങുമായിട്ട് എന്ത് ചെയ്തേക്കുക, അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താണ്ടെ ഇതെൻ്റെ ഒറിജിൻ. ഓക്കെ, ഈ സ്പ്രിങ് ഇതാണ്ട് ഈ മാസ് ഇതാണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു 5 മീറ്ററിലാന്ന് വിചാരിക്കുക, ഒരു 5 സെൻറ്റിമീറ്ററിലാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ്, 5 സെൻറ്റിമീറ്റർ 5 മീറ്റർ തന്നെ ഇരുന്നോട്ടെ, 5 മീറ്ററിലാന്ന് ഇരിക്കുക. ഓക്കെ, സോ ഒരു 5 മീറ്റർ ഇരിക്കുക. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ഇനി ഞാൻ താണ്ടെ ഈ സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക, വലിച്ചു നീട്ടാൻ പോവുക. വലിച്ചു നീട്ടി ഞാനത് താണ്ട കൊണ്ടുവന്ന് താണ്ട ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഈ സ്പ്രിങ്ങിനെ ഞാൻ വലിച്ചു നീട്ടി ഇവിടെ കൊണ്ടുവച്ചു, ഒരു 8 മീറ്റർ ദൂരത്തിൽ എത്തിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഞാൻ ആ സ്പ്രിങ്ങിനെ വെറുതെ വിടുക. ഇവിടെ ആയിരുന്നു സ്പ്രിങ് ആൾറെഡി ആദ്യമേ ഇരുന്നത്. ഈ സ്പ്രിങ്ങായിട്ട് അറ്റാച്ച് ചെയ്ത മാസ് ഇവിടെ ആയിരുന്നു ഇരുന്നത്. സോ ഈ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ആ സ്പ്രിങ്ങിന്റെ മീൻ പൊസിഷനാണ്. ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാ, ഈ സ്പ്രിങ്ങിനെ വലിക്കാൻ പോവുക. വലിച്ച് ഈ 8 മീറ്റർ കൊണ്ടെത്തിച്ച് സ്വാഭാവികമായിട്ട് സ്പ്രിങ് എന്ത് ചെയ്യും, വലിച്ചു നീട്ടി ഇതെന്ത് ചെയ്യും, തിരിച്ചു വരാന്നുള്ളത്. ഞാൻ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്പ്രിങ് തിരിച്ചു വരും. തിരിച്ച് ഈ മീൻ പൊസിഷനിൽ വന്ന് നിൽക്കുമോ, ഇല്ല, ഇതിങ്ങോട്ടിങ്ങ് വരും, അല്ലയോ, ഇതിങ്ങനെ കംപ്രസ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, കംപ്രസ് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലയോ. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു സ്പ്രിങ് ഇരിപ്പുണ്ട്, ഒരു സ്പ്രിങ്ങിനകത്തൊരു മാസ് ഇരിപ്പുണ്ട്. നമ്മളത് കെട്ടിത്തൂക്കി ഇങ്ങനെ താഴോട്ട് വലിച്ചാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്യും, അല്ലയോ. ഇതിപ്പോൾ ഈ വെർട്ടിക്കലി വെച്ചാൽ ഇങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്യും. ഹോറിസോണ്ടലി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തൊരു മാസ് ഇരിപ്പുണ്ട്. ഞാൻ ആ മാസിനെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ആ മാസിനെ ഞാൻ ഇവിടം വരെ വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതാണ്ട് നേരെ ഇങ്ങനെ തിരിച്ചു പോകും, പിന്നെ അങ്ങോട്ട് പോകും, അല്ലേ. ഇങ്ങനൊരു ഓസിലേറ്ററി മോഷൻ അത് കാണിക്കും. ഓക്കെ, സോ ഒരു 8 മീറ്റർ വരെ വലിച്ചു, ഞാനങ്ങ് വിട്ടപ്പോൾ സ്പ്രിങ് എന്ത് ചെയ്തു, ഈ മാസം എന്ത് ചെയ്തു, മാസം ഇങ്ങനെ തിരിച്ചു വരും. മീൻ പൊസിഷനിൽ നിൽക്കുമോ, നിൽക്കത്തില്ല. ഇതെന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും, അല്ലയോ. സ്പ്രിങ് ഒന്ന് കംപ്രസ് ആയതാണ്ട് ഇത് ഇങ്ങോട്ട് വരും. ഇതൊരു 2 മീറ്റർ വരെ ഇങ്ങോട്ട് വന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സ്പ്രിങ് നല്ലോണം കംപ്രസ് ആയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യും, ഇനി വീണ്ടും എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് പോകും. സോ ഈ 8 മീറ്ററിന് 2 മീറ്ററിന് ഇടയ്ക്ക് ഈ സ്പ്രിങ് ഇടന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ, ആടിക്കൊണ്ടിരിക്കും. ഓക്കെ ആണോ. ഓക്കെ, സ്പ്രിങ് ഇനിഷ്യലി ഇരുന്ന പൊസിഷൻ ഏതാ, 5 മീറ്റർ. സോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ മാസ് മാക്സിമം പോകുന്ന ഡിസ്റ്റൻസ് എത്ര, ഈ മാസിന്റെ ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. സോ ഈ സ്പ്രിങ്ങിന്റെ എക്സ് ആക്സിസിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് എത്ര, 8 മീറ്റർ. ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എത്ര, 2 മീറ്റർ. ഇതിന്റെ മീൻ പൊസിഷൻ എവിടെ, 5 മീറ്റർ. ഓക്കെ ആണോ. ഓക്കെ, സോ ഈ ഒരു ഓസിലേഷൻ മോഷനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇക്വേഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. എക്സ് ഈസ് ഈക്വൽ ടു മീൻ പൊസിഷൻ 5 അല്ലേ. സോ 5 ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും അത് അവിടെ ഇരിക്കും. 5 എന്ന് പറയുന്ന 5 മീറ്റർ, സീറോയിൽ നിന്നും ഒറിജിനിൽ നിന്നും 5 മീറ്റർ അവിടെ ഇരിക്കുക. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഇക്വേഷൻ നോക്കിക്കോ, 3 സൈൻ ഒമേഗ ടി. അല്ലെങ്കിൽ ഈ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ്റെ അകത്ത് വരുന്ന ഒമേഗ ഇൻറ്റു ടി എന്ന് പറയുന്ന സാധനം എന്താ, അതൊരു ആംഗിൾ ആയിരിക്കും, അല്ലയോ. ഇതെന്തായിരിക്കും, ഒരു ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി. നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ഓസിലേഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും. സോ ഇതെന്താ, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, ഓസിലേഷൻ്റെ ഫ്രീക്വൻസി. ഓക്കെ ആണോ. ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസി. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ്റെ അകത്ത് വരുന്ന ആൾ, ഒമേഗ ടി ആയിക്കോട്ടെ, ഇനി എന്തോ ആയിക്കോട്ടെ, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന ആംഗിൾ എന്താ, ഒരു ആംഗിളാണ്, ഒരു തീറ്റയത്. ഓക്കെ, സോ തീറ്റ. സോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക് ഈ ഓസിലേഷൻ മോഷൻ എന്ത് ചെയ്യാം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം.
ഓക്കെ, ഇനി ഇതിന്റെ മാക്സിമം വാല്യൂ, ഈ എക്സിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ. ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്താ? നമുക്കറിയാം സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്താ? ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറഞ്ഞുതരാം. ഞാനിതൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുക. സൈൻ തീറ്റ, മക്കളെ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ അറിയാം. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1. ഇനി ആ സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ എന്താ? സൈൻ തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്താ? മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1. നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ +1ഉം മിനിമം വാല്യൂ എന്തുവാ? -1. ഈ കാര്യം നമുക്കറിയാം അല്ലയോ? സോ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് മാക്സ്. ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ എന്താ? സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ കൊടുത്താൽ മതി. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? 1. സോ അത് 1 കൊടുക്കുമ്പോൾ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? 5 + 3 വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സ്പ്രിങ് അല്ലെങ്കിൽ ഈ ഒരു ഓസിലേഷൻ മോഷന്റെ ഇക്വേഷനാണ് ഞാൻ ഈ എഴുതിയത്. ഈ ഓസിലേഷൻ മോഷൻ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താ? ഈ ഓസിലേഷൻ, ഈ മാസ് അങ്ങേയറ്റം വരെ മാക്സിമം മൂവ് ചെയ്യുന്ന എത്ര? 8 മീറ്റർ വരെ. ഇനി അതിന്റെ മിനിമം വാല്യൂ, ഇറ്റ്സ് മിനിമം നോക്ക്. മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ ഇട്ടോട്. ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ തീറ്റയുടെ ഏറ്റവും മിനിമം വാല്യൂ ഇട്ട് കൊടുക്കണം. സൈൻ തീറ്റയുടെ ഏറ്റവും മിനിമം വാല്യൂ എന്തുവാ? -1. സോ 5 + 3 × -1 അല്ലേ? അതായത് എന്താ? 5 - 3 എത്ര? 2 മീറ്റർ. ഓക്കെ, സോ കണ്ടോ അതിന്റെ മിനിമം വാല്യൂ എത്ര? 2 മീറ്റർ കിട്ടി. സോ ഇപ്പോൾ മനസ്സിലായോ? നമുക്കൊരു ഓസിലേറ്ററി മോഷനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷനാക്കി എഴുതാൻ പറ്റും. ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്ര വരും, മിനിമം വാല്യൂ എത്ര വരും. ഓക്കെ, സോ ലോകത്തുള്ള എല്ലാ മോഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോഷൻസിനെ എല്ലാം നമുക്ക് ഇക്വേഷൻസ് ആക്കി എഴുതാൻ പറ്റും. ആ ഇക്വേഷൻ്റെ മാക്സിമം മിനിമം വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബോഡി എത്രത്തോളം മാക്സിമം ഡിസ്റ്റൻസ് മൂവ് ചെയ്യും, എത്രത്തോളം മിനിമം ഡിസ്റ്റൻസ് മൂവ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മുടെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ. കണ്ടോ, ഒരു ഫംഗ്ഷന്റെ മാക്സിമവും മിനിമവും വാല്യൂസ്. ഇത് വെച്ചിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. മാക്സിമം വാല്യൂ ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ എന്താ ഫിസിക്കലി കാണുന്ന ഏതൊരു മോഷനെയും ഏതൊരു ഒരു ഫിനോമിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഇക്വേഷൻസ് ആക്കി മാറ്റാൻ പറ്റും. ആ ഇക്വേഷൻ്റെ മാക്സിമവും മിനിമവും വാല്യൂസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ബേസിക് ആയിട്ട് ഇങ്ങനെ ഇതൊരു സിമ്പിൾ ഫംഗ്ഷനാണ്. ഞാൻ ഇവിടെ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് എഴുതിയിട്ടുള്ള സിമ്പിൾ ഫംഗ്ഷനാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതുപോലുള്ള കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫംഗ്ഷൻസിൻ്റെ പല ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഇതേപോലെ സൈനും കോസും വരുന്ന പല ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിൻ്റെ എല്ലാം മാക്സിമം മിനിമം വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ, സോ നോക്കിയിരുന്നു. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് അതാ നോക്കിയേ, കുറച്ച് ആൾക്കാരുടെ മാക്സിമം മിനിമം വാല്യൂസ് പഠിക്കുക എന്നുള്ളതാണ്. ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്താ? സൈൻ തീറ്റ, ഈ പറയുന്ന സാധനങ്ങൾ എഴുതി വെച്ചോ. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ, സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? +1. ഇനി സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ എത്ര? സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ എത്ര? അത് -1. അതുപോലെ നമുക്കറിയാം കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? അത് +1. കോസ് തീറ്റയുടെയും മിനിമം വാല്യൂ എത്ര തന്നെ? -1. ഓക്കെ ആണോ? ഓക്കെ, ഇനി അതേപോലെ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂയും സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സൈൻ സ്ക്വയർ തീറ്റ എന്ന് വിചാരിക്കുക. ആരാണെന്ന് വിചാരിക്കുക? സൈൻ സ്ക്വയർ തീറ്റ എന്ന് വിചാരിക്കുക. സൈൻ സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? 1. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1നെ അങ്ങ് സ്ക്വയർ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 1 തന്നെ കിട്ടും. സോ സൈൻ സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര തന്നെ? 1 തന്നെ. ഇനി സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എത്ര? സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എത്ര? നമുക്കറിയാം സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ -1. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്താവും? -1നെ സ്ക്വയർ ചെയ്യുക, അത് എന്ത് തന്നെ കിട്ടും? +1 തന്നെ കിട്ടും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ +1 എന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ -1. സൈൻ സ്ക്വയർ തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇത് വെച്ചിട്ട് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കി എന്ത് കിട്ടും? നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ -1നെ സ്ക്വയർ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? വീണ്ടും 1 തന്നെ കിട്ടും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എന്തല്ല? 1 അല്ല, വേറെ ഏതോ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഇതാ നോക്കിയോ. സൈൻ തീറ്റയുടെ വാല്യൂ ഇതാ നോക്കിയേ. സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന മിനിമം വാല്യൂ ഏതാ?
സീറോയാണ്. കാരണം നമുക്കറിയാം സൈൻ 0 എത്ര? 0യാണ്. അപ്പോൾ സൈൻ സ്ക്വയർ 0 എത്ര? 0 തന്നെ കിട്ടും. സൈൻ 0 എത്ര? 0യാണ്. അപ്പോൾ സൈൻ സ്ക്വയർ 0 എന്ത് കിട്ടും? അതും 0യുടെ സ്ക്വയർ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. ഓക്കെ ആണോ? സോ മിനിമം വാല്യൂ സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എത്ര? 0യാണ്. ഇതുപോലെ മക്കളെ കോസ് സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? കണ്ടോ, മാക്സിമം വാല്യൂ എത്ര? മാക്സിമം വാല്യൂ 1. പക്ഷേ കോസ് സ്ക്വയർ തീറ്റയുടെയും മിനിമം വാല്യൂ എന്ത് തന്നെയാണ്? കോസ് സ്ക്വയർ തീറ്റയുടെയും മിനിമം വാല്യൂ പഠിച്ചു വെച്ചോ. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ അന്നേരം ആലോചിച്ചോളൂ മിനിമം വാല്യൂ എത്രയേ ഉള്ളൂ? 0. ഓക്കെ ആണോ? അപ്പോൾ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ പഠിച്ചു, സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ നമുക്കറിയാം. പക്ഷേ വ്യത്യാസം വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? സൈൻ സ്ക്വയർ തീറ്റ വരുവാന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ മാക്സിമം വാല്യൂ എത്ര? 1. മിനിമം വാല്യൂ എത്ര? 0. ഓക്കെ ആണേ? കൺഫേം ആണേ? ഓക്കെ. സോ കോസ് സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? 1. കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എത്ര? 0. അതെന്തുകൊണ്ടാണ് നമ്മൾ 0 എടുത്തത്? നമുക്ക് ഈ വാല്യൂ എടുത്തത് എന്താ? കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ 0 ആയിട്ട് നമ്മൾ എടുത്തത് എന്താ? നമുക്കറിയാം കോസ് തീറ്റയുടെ മിനിമം വാല്യൂ -1 പക്ഷേ ഈ സാധനം വെച്ചിട്ട് നമ്മൾ മിനിമം വാല്യൂ കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ നോക്കുമ്പോഴത്തേക്കും -1ന്റെ സ്ക്വയർ ആയി പോകും. അത് വീണ്ടും എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ ഏതേ നമുക്ക് കിട്ടത്തുള്ളൂ? 0 നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. ഇനി കോസ് ക്യൂബ് തീറ്റ ആണെങ്കിലോ? കോസ് ക്യൂബ് തീറ്റ ആണെങ്കിൽ ഇതാ നോക്കിയേ, കോസ് ക്യൂബ് അല്ലെങ്കിൽ സൈൻ ക്യൂബ് ആയിക്കോട്ടെ, ഞാൻ കോസിൻ്റെ വെച്ചിട്ട് പറയാം. കോസ് ക്യൂബ് തീറ്റ ആണെങ്കിലോ? കോസ് ക്യൂബ് തീറ്റ മാക്സിമം വാല്യൂ എന്താ? മാക്സിമം വാല്യൂ നമുക്ക് 1 തന്നെ കിട്ടും. കോസ് ക്യൂബ്, കാരണം കോസ് തീറ്റ മാക്സിമം എന്ന് പറഞ്ഞാൽ എത്ര? 1. കോസ് ക്യൂബ് എന്ന് പറയുമ്പോൾ 1നെ ക്യൂബ് ചെയ്യും, അത് എന്ത് തന്നെയാണ്? 1 തന്നെ. ഇനി കോസ് ക്യൂബ് തീറ്റയുടെ മിനിമം വാല്യൂ എന്താ? കോസ് ക്യൂബ് തീറ്റയുടെ മിനിമം വാല്യൂ എന്താ? കോസ് ക്യൂബ് തീറ്റയുടെ മിനിമം വാല്യൂ മക്കളെ 0 എടുക്കേണ്ട ആവശ്യമുണ്ടോ? 0 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം കോസ് തീറ്റ മിനിമം എത്ര? -1. അപ്പോൾ കോസ് ക്യൂബ് തീറ്റ മിനിമം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? കോസ് ക്യൂബ് തീറ്റയുടെ മിനിമം എത്ര ആയിരിക്കും? -1നെ ക്യൂബ് ചെയ്ത് നോക്ക്. -1നെ ക്യൂബ് ചെയ്ത് എന്ത് തന്നെ കിട്ടും? -1 തന്നെ കിട്ടും. സോ അതെന്താ? മിനിമം വാല്യൂ എന്തായിട്ട് തന്നെ എടുക്കാം? -1 ആയിട്ട് എടുക്കാം. ഐഡിയ കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ കോസ് റൈസ് ടു 4 ആണെങ്കിലോ മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ എന്തായിട്ട് എടുക്കും? 0 ആയിട്ട് എടുക്കും. ഇനി കോസ് റൈസ് ടു 5 തീറ്റ ആണെങ്കിലോ മാക്സിമം വാല്യൂ 1 തന്നെ, മിനിമം വാല്യൂ എന്താ? -1. ഓക്കെ. സോ കോസ് റൈസ് ടു അല്ലെങ്കിൽ സൈൻ റൈസ് ടു ഒരു ഓഡ് നമ്പറാ വരുന്നതെങ്കിൽ, ഓക്കെ, ഒരു ഓഡ് നമ്പറാ വരുന്നതെങ്കിൽ കോസ് റൈസ് ടു അല്ലെങ്കിൽ സൈൻ റൈസ് ടു, ഓക്കെ, സോ കോസ് റൈസ് ടു ഒരു ഓഡ് നമ്പറാ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മാക്സിമം വാല്യൂ എത്ര? 1. കോസ് റൈസ് ടു ഒരു ഓഡ് നമ്പറാ വരുന്നതെങ്കിൽ അതിൻ്റെ മിനിമം വാല്യൂ എത്ര? മിനിമം വാല്യൂ -1. ഇനി ഈവൻ ആണെങ്കിലോ? കോസ് ആയാലും സൈൻ ആണെങ്കിലും ഈവൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ എന്താ? 0 ആയിട്ട് എടുക്കണം. ഓടാ വരുന്നെങ്കിലോ മിനിമം വാല്യൂ -1, മാക്സിമം വാല്യൂ എന്ത് തന്നെയാണ്? 1 ആയിട്ട് എടുക്കണം. കോസും സൈനും വെച്ച് ഏത് ഫംഗ്ഷൻ വന്നാലും മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എടുക്കാൻ പഠിച്ചോ? ഉറപ്പാണ്. അങ്ങനെ ഏതാ നോക്കിയേ. സോ മക്കളെ, നമ്മളപ്പം കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയൊക്കെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ തൊട്ട് മുന്നേ കണ്ടല്ലേ? കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ +1, മിനിമം വാല്യൂ -1. അതുപോലെ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ +1, മിനിമം വാല്യൂ -1. ഇനി കോസ് സ്ക്വയർ തീറ്റയും കോസ് ക്യൂബ് തീറ്റയും അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ അറിയാലോ. കോസ് റൈസ് ടു അല്ലെങ്കിൽ സൈൻ റൈസ് ടു ഒരു ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ കോസ് സ്ക്വയർ, കോസ് റൈസ് ടു 4 അല്ലെങ്കിൽ സൈൻ റൈസ് ടു 6, അങ്ങനെ ഒരു ഈവൻ നമ്പറാണ് ഒരു ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ എന്തായിട്ടും എടുക്കണം? 0 ആയിട്ടും എടുക്കണം. മിനിമം വാല്യൂ ഏതായിട്ടും എടുക്കണം? 0 ആയിട്ടും എടുക്കണം. ഇനി ഓഡ് നമ്പറാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ സൈൻ ക്യൂബ് അല്ലെങ്കിൽ കോസ് റൈസ് ടു 5 അല്ലെങ്കിൽ സൈൻ റൈസ് ടു 7 തീറ്റ, അങ്ങനെ ഒരു സൈൻ റൈസ് ടു അല്ലെങ്കിൽ കോസ് റൈസ് ടു ഒരു ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1. ആ കാര്യം ഓക്കെ ആണേ? ഓക്കെ. ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 3 വാല്യൂസ് നമുക്കറിയാം. ഈ 1ഉം -1ഉം കിട്ടുന്നത് എവിടാന്ന് നമുക്കറിയണം. ഇതാ നോക്കിയാൽ മക്കളെ, സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ ആയ 1 കിട്ടുന്ന ആംഗിൾസ് ഏതൊക്കെയാ? നമുക്കറിയാം സൈൻ 90, സൈൻ π/2 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി. സൈൻ π/2 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഇരുന്ന ആംഗിൾ എന്ന് പറയുന്നത് സൈൻ 3π/2 ആയിരുന്നു വിചാരിക്കുക.
നമ്മുടെ കൈ കിട്ടിയ ആംഗിൾ ഏതാ? sin 3π/2 ആയിരുന്നു വിചാരിക്കുക. ഈ sin 3π/2 കണ്ടാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. എന്തുവായിരുന്നു ഐഡിയ? താണ്ടെ ഈ sin 3π/2 ഞാൻ എങ്ങനെ എഴുതും? sin ഓഫ് 3π/2. നമ്മൾ കുറേ പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അല്ലയോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 3π/2 എന്ന് പറഞ്ഞാൽ എത്ര? 4π/2 നിന്നും 1π/2 കുറഞ്ഞല്ലയോ? സോ 4π/2 നിന്നും 1π/2 കുറഞ്ഞു, വിച്ച് ഈസ് ഈക്വൽ ടു 4π/2 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2π. സോ ഇതെന്താ വന്നത്? സൈൻ ഓഫ് 2π മൈനസ് π/2. സൈൻ ഓഫ് 2π മൈനസ് π/2 എന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 2π മൈനസ് തീറ്റ. നമുക്കറിയാമല്ലോ 2π മൈനസ് 3π മൈനസ് π മൈനസ് 4π മൈനസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കുഞ്ഞാങ്കിൾ മാത്രം വെച്ച് എഴുതാം. ആരെ മാത്രം വെച്ച് എഴുതാം? കുഞ്ഞാങ്കിൾ മാത്രം വെച്ച് എഴുതാം. എത്ര? sin π/2. ഇനി നമുക്കറിയാം ഇത് ഏത് ക്വാഡ്രന്റ് വരും? 2π മൈനസ് തീറ്റ. നമ്മൾ അതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ, കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാ. എങ്ങനെ 2π എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ വരും. 2πയിൽ നിന്ന് ഒരു തീറ്റ കുറഞ്ഞു. 2π ഉണ്ടോ? ഇല്ല, 2π ഇല്ല. 2π എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് റൊട്ടേഷൻ വന്നു, ഒരു ഫുൾ റൊട്ടേഷൻ വരുമ്പോൾ 2π ആയി. പക്ഷെ 2π ഉണ്ടോ? 2πയിൽ നിന്ന് ഒരു π/2 കുറഞ്ഞിരിക്കുക അല്ലേ? 2π എത്തിയില്ല, ഒരു π/2 എന്തുവാ? കുറഞ്ഞിരിക്കുക. 2π മൈനസ് തീറ്റ. സോ അത് ഏത് ക്വാഡ്രന്റ് വരും? ഈ ക്വാഡ്രന്റ് വരും. 2π മൈനസ് തീറ്റ. 2π എത്തിയില്ല, 2πയിൽ നിന്ന് തീറ്റ കുറഞ്ഞിരിക്കുക. അത് ഏത് ക്വാഡ്രന്റാ? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ എന്താ? നെഗറ്റീവ്. സോ മൈനസ് sin π/2, വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. കണ്ടോ? sin 90യുടെ വാല്യൂ 1 ആണ്, പക്ഷെ sin 3π/2 എത്ര? -1 ആണ്. ഓക്കെ ആണോ? ഓക്കെ. സോ sin 3π/2 അങ്ങനെയൊക്കെ ആംഗിൾ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഐഡിയ യൂസ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ ആണേ? ഓക്കെ. സോ എനിവേ മനസ്സിലാക്കുക, sin 90യുടെ വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇനി സൈൻ്റെ ഏത് വാല്യൂസിനാ 0 വരുന്നത്? സൈൻ്റെ ഏത് വാല്യൂസിനാ 0 വരുന്നത്? 0 വരുന്ന വാല്യൂസ് ഇതാ നോക്കിക്കോ. 0 വരുന്ന വാല്യൂസ് ഇതാ നോക്കിക്കോ. sin 0 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ഇനി അതേപോലെ sin 180 അതും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. sin 2π എന്തായിരിക്കും? 0 ആയിരിക്കും. sin 3π എന്തായിരിക്കും? 0 ആയിരിക്കും. ജനറലി പറയാം sin nπ എന്തായിരിക്കും ഇവിടെ? 0 ആയിരിക്കും. സോ ജനറലി നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ, sin nπ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. sin nπ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണോ? സോ ഈ കാര്യം പഠിച്ചോ? ഓക്കെ. സോ sin nπ എന്ന് പറഞ്ഞാൽ ജനറലി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ഇനി അതേപോലെ മൈനസ് വാല്യൂ കിട്ടുന്ന വേറൊരു വാല്യൂ കൂടെ പഠിച്ചു വെച്ചു. സൈൻ ഓഫ്, അതും കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചായിരുന്നു. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ. കോസ് ഓഫ് മൈനസ് തീറ്റ എന്താ? കോസ് തീറ്റ. ടാൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് ടാൻ തീറ്റ. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലയോ? ഒന്നുകൂടെ ഞാൻ എഴുതി തരാം, അതുകൂടെ പഠിച്ചു വെച്ചോ, ഓർത്ത് വെച്ചോ. സൈൻ ഓഫ് മൈനസ് തീറ്റ ഈസിക്കൽ ടു എന്ത് തന്നെയാ? മൈനസ് സൈൻ തീറ്റ. ഇനി കോസ് ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് കോസ് തീറ്റ. ഇനി ടാൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് ടാൻ തീറ്റ. ഓക്കെ. സോ ഇവന്മാർ മാത്രം സൈൻ മാത്രം എന്താ? സോറി, സൈൻ ഓഫ് മൈനസ് തീറ്റ മക്കളെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ. ഓക്കെ. സോ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ. ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ത് തന്നെയാണ്? മൈനസ് ടാൻ തീറ്റ. പക്ഷെ കോസിനെ അങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റത്തില്ല. കോസ് ഓഫ് മൈനസ് തീറ്റ എന്താ? കോസ് തീറ്റ തന്നെ ആയിരിക്കും. കോസ് ഭയങ്കര പോസിറ്റീവ് ആക്കാം. കണ്ടോ? കോസ് നെഗറ്റീവ് ആക്കാൻ പറ്റത്തില്ല. കോസ് ഓഫ് മൈനസ് തീറ്റ കൊടുത്താലും എന്ത് തന്നെ വരും? കോസ് തീറ്റ തന്നെ കിട്ടും. ഓക്കെ. സോ അത്രയും കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. സോ സൈൻ ഓഫ് മൈനസ് π/2 എന്ന് പറഞ്ഞാലും എന്ത് തന്നെ കിട്ടും? -1 എന്ന് കിട്ടും. സൈൻ π/2 1 ആണ്. സൈൻ ഓഫ് മൈനസ് π/2 എന്ന് പറഞ്ഞാൽ എത്ര? മൈനസ് സൈൻ π/2. ഞാൻ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. സോ മൈനസ് സൈൻ π/2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാ? മൈനസ് സൈൻ π/2 എന്ന് പറഞ്ഞാൽ എത്ര? 1. സോ -1 കിട്ടും. ഓക്കെ ആണേ? ഓക്കെ. സോ ഇതാണ്ടേ സൈൻ്റെ 0 വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് പഠിച്ചോ. sin 0, sin π, sin 2π, sin 3π, sin 4π, sin 5π, sin 6π ഇങ്ങനെയുള്ള ഏത് സാധനം വന്നാലും സൈൻ്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. ഇനി sin 1 കിട്ടുന്ന എവിടാ? sin π/2.
ഓക്കെ. സോ സൈൻ പൈ ബൈ ടുവിൽ 1 കിട്ടും. ഇനി സൈൻ 3π/2, 7π/2, 9π/2 അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും +1 ആണോ -1 ആണോ എന്ന്. സോ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്ട് ഇത്രയേ ഉള്ളൂ. സൈൻ π/2 എത്ര? 1. സൈൻ -π/2 എത്ര? -1. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസിനെ കൂടെ നോക്കാം. കോസിന്റെ മാക്സിമം വാല്യൂ ആയിട്ടുള്ളത് ആരാ? 1. അതെവിടാ കിട്ടുന്നത്? കോസ് 0 1, കോസ് 2π 1, കോസ് 4π 1. അപ്പം നിങ്ങൾക്ക് എഴുതി വന്നപ്പോഴേ മനസ്സിലായി എന്താ? കോസ് ഓഫ് ഒരു ഈവൻ പൈ ആണെങ്കിൽ, നമുക്ക് എന്ത് കിട്ടും? എപ്പോഴും 1 കിട്ടും. കോസ് ഓഫ് ഈവൻ പൈ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി പഠിച്ചു വെച്ചോ, കോസ് ഓഫ് ഓഡ് പൈ ആണെങ്കിൽ എപ്പോഴും നമുക്ക് ആൻസർ എന്ത് കിട്ടും? -1 കിട്ടും. ഓക്കെ. സോ മാക്സിമം വാല്യൂ ആയിട്ടുള്ള 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കോസിനകത്ത് ഈവൻ പൈ വരണം, കോസ് അല്ലെങ്കിൽ 0 വരണം. കോസ് 0, കോസ് 2π, കോസ് 4π, കോസ് 6π അങ്ങനെയുള്ള എല്ലാം വന്നു കഴിഞ്ഞാൽ കോസിന്റെ വാല്യൂ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി ഓഡ് പൈ ആ വരുന്നത് കോസ് പൈ, കോസ് 3π, കോസ് 7π, 5π ഇങ്ങനെയുള്ള ഈ ഓഡ് പൈ ആ വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? -1 കിട്ടും. ഓക്കെ. സോ ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്ന ആംഗിളിലെല്ലാം കോസിന്റെ വാല്യൂ എന്ത് കിട്ടും? 1 കിട്ടും. ഇവിടെ വരുന്ന ആംഗിളുകളിലെല്ലാം കോസിന്റെ വാല്യൂ എന്ത് കിട്ടും? -1 കിട്ടും. ഇവിടെ വരുന്ന ആംഗിളുകൾ ഏതൊക്കെയാ? ഈവൻ പൈ ഇല്ലയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പൈ 0, 2π, 4π, 6π ഇതെല്ലാം ഇവിടെ വരും. പൈ 3π, 5π, 7π ഇങ്ങനെയുള്ള ഓഡ് പൈ എല്ലാം ഇവിടെ വരും. ഇവിടെ വരും. സോ ഓഡ് പൈ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി കോസിന് 0 വരുന്ന വാല്യൂസ് ഏതൊക്കെയാ? 0 വരുന്ന വാല്യൂസ് ഈ വാല്യൂ പഠിച്ചു വെച്ചോ. കോസ് π/2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ആംഗിൾ ഇതാണ്ട y ആക്സിസിലാണ് ആംഗിൾ വരുന്നതെങ്കിൽ കോസിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കോസ് π/2 അല്ലെങ്കിൽ കോസ് 3π/2. ഓക്കെ. 3π/2 എന്ന് പറയുന്ന ആംഗിൾ എവിടെ വരുന്നത്? π/2, 2π/2, 3π/2 ഏത് ആക്സിസിലാണ്? y ആക്സിസിലാണ് വരുന്നത്. സോ y ആക്സിസിൽ ആംഗിൾ വന്നാൽ അതെന്താ? 0 ആണ്. ഓക്കെ ആണോ? ഓക്കെ. സോ കോസിനകത്ത് y ആക്സിസിൽ ആംഗിൾ ആ വരുന്നെങ്കിൽ കോസിന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. എക്സ് ആക്സിലെ വാല്യൂ വരുന്നെങ്കിൽ 1 -1 1 -1 അങ്ങനെ നിൽക്കും. കണ്ടോ? ഈവൻ പൈകളെല്ലാം ദാണ്ടെ ഈ പോസിറ്റീവ് എക്സ് ആക്സിലെ വരുന്ന ആംഗിളുകൾ 2π, 4π ഈവൻ പൈകൾ അതിന്റെ വാല്യൂ എന്താ? ഈവൻ പൈ ആണെങ്കിൽ 1, ഓഡ് പൈ ആണെങ്കിൽ -1. ഇനി 0 വരുന്നത് എവിടാ? കോസ് π/2 അല്ലെങ്കിൽ 3π/2. കോസ് ഓഫ് y ആക്സിസിനകത്ത് വരുന്ന ആംഗിൾസ് ആണെങ്കിൽ കോസിന്റെ വാല്യൂ എന്തായി പോകുന്നത്? 0 ആയി പോകും. സൈൻ്റെ കേസിൽ നമുക്ക് മനസ്സിലായില്ലയോ? ഈ എക്സ് ആക്സിസിൽ വരുന്ന ആംഗിളുകളിലെല്ലാം സൈൻ്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. നമ്മൾ കണ്ടായിരുന്നു. നോക്കിയേ, എക്സ് ആക്സിസിൽ വരുന്ന ആംഗിളുകളിലെല്ലാം സൈൻ്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. കണ്ടോ? എക്സ് ആക്സിസിൽ വരുന്ന ആംഗിളുകളല്ലേ 0, π, 2π, 3π, 4π, 5π അതെല്ലാം എന്താ? എക്സ് ആക്സിസിൽ വരുന്ന ആംഗിളുകളാണ്. അവിടെ എല്ലാം സൈൻ്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. വൈ ആക്സിസിൽ വരുന്ന ആംഗിളുകളിലെല്ലാം കോസിന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ. സോ ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. സൈൻ nπ ജനറലി സൈൻ nπ എന്താ? 0 ആയ. അതുപോലെ സൈൻ π/2 1, സൈൻ -π/2 എന്ന് പറഞ്ഞാൽ -1. കോസിന്റെ കാര്യം ഒന്നുകൂടെ. കോസിന്റെ കാര്യം, സൈൻ്റെ കാര്യം ക്ലിയർ ആയി. കോസിന്റെ കാര്യം കോസ് 0, കോസ് 2π, കോസ് 4π. കോസ് ഓഫ് ഈവൻ പൈ എന്ന് പറഞ്ഞാൽ എത്ര? 1. കോസ് ഓഫ് ഓഡ് പൈ എന്ന് പറഞ്ഞാൽ എത്ര? -1. ഓക്കെ ആണേ? ഓക്കെ. ഇനി അതുപോലെ കോസിന് 0 വരുന്ന വാല്യൂസ് ഏതൊക്കെയാ? കോസ് π/2, 3π/2 ഇല്ലേ? ജനറലി പറയാം കോസിന്റെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. കണ്ടോ? 1π/2, 3π/2. സോ കോസിന്റെ ജനറലി പറഞ്ഞാൽ കോസിന്റെ ഓഡ് മൾട്ടിപ്പിൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതാൻ പഠിച്ചായിരുന്നു നമ്മൾ. ഓഡ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 2n+1 എന്ന് എഴുതും. അന്ന് വെച്ചാൽ എന്താ? അത് ഓഡ് നമ്പരാ. സോ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ഈസിക്കൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ കോസിന്റെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. കണ്ടോ? 1π/2, 3π/2 അല്ലെങ്കിൽ 5π/2. സോ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറയുമ്പോൾ എവിടെ വരും ആംഗിൾ? y ആക്സിസിൽ.
ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. സോ അത്രയും കാര്യം ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരാളെയും കൂടെ കണ്ടോ, ഒരാളുടെയും കൂടെ നമ്മുടെ ടാൻ്റെ കാര്യം കൂടെ കേട്ടോ. ടാൻ്റെ കാര്യം കൂടെ കേട്ടോ. ഇതാ നോക്കിയേ, ടാൻ തീറ്റയുടെ സിമ്പിളാ, ടാൻ തീറ്റയുടെ മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി, ടാൻ തീറ്റയുടെ മിനിമം വാല്യൂ അത് മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ ആണോ? ഇനി ഇതാ നോക്കിയേ, ടാൻ സീറോ, ടാൻ സീറോ, ടാൻ പൈ, ടാൻ 2π, ജനറലി ടാൻ n പൈ എന്തായിരിക്കും എന്നറിയാമോ? 0 ആയിരിക്കും. ഓക്കെ, ടാൻ 0, ടാൻ പൈ, ടാൻ 2π, ടാൻ 3π, ടാൻ 4π. സോ ജനറലി ടാൻ n പൈ എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണേ? ഓക്കെ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് നോക്കേ, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതാണ്ട് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, y = 2 + 3 sin θ. ഈ വൈയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം, മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം, മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ, വൈയുടെ മാക്സിമം വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ദാണ്ട് ഈ ഇക്വേഷൻ നോക്ക്, 2 + 3 sin θ. sin θയുടെ മാക്സിമം വാല്യൂ കിട്ടിയാൽ ഈ ടോട്ടൽ ഇക്വേഷൻ എന്ത് കിട്ടും? മാക്സിമം വാല്യൂ കിട്ടും. സോ 2 + 3 sin θയുടെ മാക്സിമം വാല്യൂ എത്ര? 1. സോ 3 × 1 വിച്ച് ഈസ് ഈക്വൽ ആൻസർ എന്ത് കിട്ടും? 5. മിനിമം വാല്യൂ 2 3 sin θ എത്ര? -1. മിനിമം sin θയുടെ മിനിമം വാല്യൂ എത്ര? -1. സോ 2 - 3 അല്ലേ? 2 + 3 × -1, അല്ലെങ്കിൽ നമുക്ക് പറയാം 2 - 3 വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും? 2 - 3 -1. ഓക്കെ ഓക്കെ. മാക്സിമം വാല്യൂ പറ. നമുക്കറിയാം ടാൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? +∞, ഇല്ലേ? +∞. സോ y max is equal to +∞. ഇൻഫിനിറ്റി × 3 എന്ത് കിട്ടും? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി + 5 എന്ത് കിട്ടും? ഇൻഫിനിറ്റി, ഇല്ലേ? സോ 5 + 3 × മാക്സിമം വാല്യൂ കിട്ടാൻ ടാൻ്റെ മാക്സിമം വാല്യൂ എത്ര? ഇൻഫിനിറ്റി. 3 × ഇൻഫിനിറ്റി എന്തുവാ? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി + 5 എത്ര? ഇൻഫിനിറ്റി ആണ്. സോ ഇൻഫിനിറ്റി. മിനിമം വാല്യൂ എന്താ? മിനിമം വാല്യൂ നമുക്കറിയാം -∞. ഓക്കെ ആണ്? ഓക്കെ. സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഓക്കെ ഇവിടെ എന്താ നിൽക്കുന്നത്? y = 8/5 + 3 sin θ. y max കണ്ടുപിടിക്കണം. ആര് കണ്ടുപിടിക്കണം? y max കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം എന്താണ്? 1/2, 1/4, 1/8. ഇതിൽ ആരാ ഏറ്റവും വലുത്? നമുക്കറിയാം ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതാരാണോ അവനാണ് ഏറ്റവും വലുത്. ഡിനോമിനേറ്റർ ഏറ്റവും വലുതാരാണോ അവനാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? വലുതായിരിക്കും. കണ്ടോ? ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ ടോട്ടൽ വാല്യൂ വലുതായിരിക്കും. ഇനി ഡിനോമിനേറ്റർ വലുതാണെങ്കിലോ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? ചെറുതായിരിക്കും. നമുക്കറിയാം ഡിനോമിനേറ്റർ വലുതായി വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ആ വാല്യൂ എന്ത് ചെയ്യും? ചെറുതായി പോകും. ഓക്കെ ആണേ? ഓക്കെ. സോ അത് നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിക്കുന്നില്ലയോ? 1/2 ആണോ വലുത്, 1/4 ആണോ വലുത്? 1/2 ആ വലുത്. കാരണം എന്താ? ഡിനോമിനേറ്റർ 2 ഉള്ളൂ. ഒന്നിനെ 2 മുറിച്ചിട്ടുള്ളൂ. ഇവിടെ ഒന്നിനെ എത്രയായിട്ട് മുറിച്ച്? 4 മുറിച്ച്, ഇല്ലേ? ഇവിടെ എന്ത് ചെയ്തുള്ളൂ? ഒന്നിനെ 2 മുറിച്ചുള്ളൂ. ഇവിടെ എന്ത് ചെയ്തു? ഒന്നിനെ 4 മുറിച്ച്. സോ ആരാ വലുത്? ഇതാ വലുത്. ഓക്കെ. സോ ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? വലുതായിരിക്കും. അങ്ങനെ ഇതാ നോക്കിയേ, വൈയുടെ മാക്സിമം വാല്യൂ കിട്ടണം. മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനം എന്തായിരിക്കണം? ഏറ്റവും ചെറുതായിരിക്കണം. നമ്മുടെ ഇക്വേഷൻ എന്താ? 8/5 + 3 × ഓക്കെ. ഡിനോമിനേറ്റർ എന്താവണം? നമ്മുടെ ഉദ്ദേശം എന്താ? ഡിനോമിനേറ്റർ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ഏറ്റവും ചെറുതായിരിക്കണം. ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ എന്താ? sin θ എന്തായിരിക്കണം? -1 ആയിരിക്കണം. സോ 3 × -1.
ഓക്കെ, അപ്പോൾ ഈ ഡിനോമിനേറ്റർ എന്താവും? ചെറുതാവും. 5 - 3 2 ചെറുതാവും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 8 ഡിവൈഡഡ് ബൈ എത്ര? 5 - 3 എത്ര? 2. വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും? 4. ഓക്കെ ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ ഡിനോമിനേറ്റർ എന്താവണം? ഡിനോമിനേറ്റർ ഏറ്റവും വലുതാവണം. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്താകും? ചെറുതാവും. ഓക്കെ, സോ ഡിനോമിനേറ്റർ വലുതാവണം. ഡിനോമിനേറ്റർ വലുതാവണമെങ്കിൽ നമുക്കറിയാം 5 + 3 ഇൻറ്റു എന്ത് വരണം? 3 ഇൻറ്റു +1 വരണം. +1 വന്നാലേ 5 - 3 എന്താവും? 8 ആവത്തുള്ളൂ. സോ മാക്സിമം ആവത്തുള്ളൂ. ഓക്കെ, സോ +1 വരണം. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്ര? +1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 കിട്ടും. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ വൈയുടെ മിനിമം വാല്യൂ 1ഉം മാക്സിമം വാല്യൂ എത്രയും കിട്ടി? 4ഉം കിട്ടി. മനസ്സിലായോ? ഓക്കെ ആന്നേ? ഓക്കെ, അങ്ങനെ അടുത്ത പ്രോബ്ലം നോക്കൂ. സിമിലർ പ്രോബ്ലം വൈ മാക്സിമം വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു, മാക്സിമം വരണമെങ്കിൽ ഡിനോമിനേറ്റർ എന്താവണം? ഏറ്റവും ചെറുതാവണം. നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ എത്ര? 10 ഡിവൈഡഡ് ബൈ 3 + 2 cos തീറ്റ. മാക്സിമം വാല്യൂ വരേണ്ടത്. മാക്സിമം വാല്യൂ വരണമെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം? ഏറ്റവും ചെറുതായിരിക്കണം. കണ്ടോ, ഈ അടി കിടക്കുന്ന ഡിനോമിനേറ്റർ എന്താവണം? കുഞ്ഞാവണം. ഡിനോമിനേറ്റർ കുഞ്ഞാവണമെങ്കിൽ ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ എന്ത് കൊടുക്കണം? നമ്മൾ -1 കൊടുക്കണം. എങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? 3 - 2 എന്നാവത്തുള്ളൂ. 3 - 2 എന്നായാലല്ലേ ഡിനോമിനേറ്റർ എന്ത് ചെയ്യത്തുള്ളൂ? കുഞ്ഞി വാല്യൂ വരത്തുള്ളൂ നമുക്ക് ആണ്. സോ 3 - 2 വരണമെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം? -1 ആയിരിക്കണം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 3 - 2 എത്ര? 1 വിച്ച് ഈസ് ഈക്വൽ ടു 10. ഓക്കെ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂ പറ. വൈ മിനിമം വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ 10 ഡിവൈഡഡ് ബൈ 3. നമുക്കറിയാം മിനിമം വാല്യൂ വരണം. മിനിമം വാല്യൂ വരണമെങ്കിൽ ഡിനോമിനേറ്റർ എന്താവണം? വലുതാവണം. ഡിനോമിനേറ്റർ വലുതാവണമെങ്കിൽ 3 + 2 ഇൻറ്റു എന്ത് വരണം? 1 വരണം. എങ്കിലല്ലേ 3 2 കൂടെ കൂട്ടാൻ പറ്റൂ. 3 2 കൂടെ കൂട്ടി 5 വലുതാക്കാം. സോ 2 ഇൻറ്റു എന്ത് വരണം? 1 വരണം. സോ 10 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും? 2 കിട്ടും. ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ 3 + 4 sin സ്ക്വയർ തീറ്റ ഉണ്ട്. y ഈസ് ഈക്വൽ ടു നമുക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. y മാക്സ് 3 + 4 മാക്സിമം വാല്യൂ വേണ്ടത് അല്ലയോ? സൈൻ സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്തുവാ? സൈൻ സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 അല്ലയോ? സോ 3 + എത്ര കിട്ടണം? 4 ഇൻറ്റു എന്തോ ആവണം? 1 ആവണം. മാക്സിമം വാല്യൂ കിട്ടണമെങ്കിലേ മാക്സിമം വാല്യൂ എടുത്തോളൂ. വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും? 7 കിട്ടും. ഓക്കെ ഓക്കെ. ഇനി മിനിമം വാല്യൂ വൈ മിനിമം വാല്യൂ കിട്ടണം 3 + 4 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എത്ര? നമുക്കറിയാം സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ +1, സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ -1. പക്ഷേ സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എത്ര? സൈൻ സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ നമ്മൾ പഠിച്ചായിരുന്നു എത്ര? അത് 0 എത്ര? അത് 0. സോ മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം? 4 × 0 ആവണം. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ ഇല്ലാതായി പൊക്കോളും. അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? സോ 4 × എന്ത് വരണം? ഇവിടെ 0 വരണം. കാരണം എന്താ? -1 ഇടാൻ പറ്റും. ഇവിടെ -1 ഇടാൻ പറ്റത്തില്ല. കാരണം ഫംഗ്ഷൻ എന്തുവാ? സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റയുടെ ഏറ്റവും മിനിമം വാല്യൂ ഏതാ? അത് 0 നമ്മൾ പഠിച്ചായിരുന്നല്ലയോ? സൈൻ റേസ് ടു ഒരു ഈവൻ തീറ്റ ആണെങ്കിൽ സൈൻ റേസ് ടു ഒരു ഈവൻ തീറ്റ ആണെങ്കിൽ ഓക്കെ, സൈൻ റേസ് ടു ഒരു ഈവൻ തീറ്റ ആണെങ്കിൽ മിനിമം വാല്യൂ എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി സൈൻ റേസ് ടു ഒരു ഓഡ് തീറ്റ ആണെങ്കിലോ മിനിമം വാല്യൂ എന്തായിട്ട് തന്നെ എടുക്കാം? -1 ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ കോസിന്റെ കാര്യം, കോസ് റേസ് ടു ഒരു ഈവൻ തീറ്റ ആണെങ്കിലോ, ഇപ്പോൾ കോസ് സ്ക്വയർ തീറ്റ, കോസ് റേസ് ടു 4 തീറ്റ അങ്ങനെയൊക്കെയാണ് വരുന്നെങ്കിലോ മിനിമം വാല്യൂ എന്താ? 0. ഓക്കെ, സൈൻ ആയിക്കോട്ടെ കോസ് ആയിക്കോട്ടെ റേസ് ടു ഒരു ഈവൻ ആണ് വരുന്നതെങ്കിൽ മിനിമം വാല്യൂ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. ഓടാ വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സൈൻ്റെയും കോസിൻ്റെയും മാക്സിമം മിനിമം എടുക്കുന്നത് പോലെ തന്നെ എടുക്കാം. ഓക്കെ ആണേ? ഓക്കെ. സോ ഇതെന്ത് കിട്ടും? ആൻസർ 3 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? y ഈസ് ഈക്വൽ 4 + 3 cos തീറ്റ ദ ഹോൾ സ്ക്വയർ. കോസ് സ്ക്വയർ തീറ്റ അല്ല, 4 + 3 cos തീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെ ചോദിച്ചേക്കുന്നത് അല്ലേ? സോ മാക്സിമം വാല്യൂ y മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. y മാക്സിമം എന്താ? 4 + അല്ലയോ
3 കോസ് തീറ്റ എന്താവണം? മാക്സിമം വാല്യൂ കിട്ടണം. അപ്പോൾ ഈ 3 കൂട്ടണ്ടേ? കൂട്ടിക്കിട്ടണം. നമുക്ക് ഈ 3 എന്ത് ചെയ്യണം? കൂട്ടിക്കിട്ടണം. 4 കൂടെ ഈ 3 കൂടെ എന്ത് ചെയ്യണം? കൂട്ടിക്കിട്ടണം. എങ്കിലേ ഇതിൻ്റെ മാക്സിമം വാല്യൂ ആവത്തുള്ളൂ. സോ കോസ് തീറ്റ എത്ര ആവണം? +1 ആവണം. കോസ് തീറ്റ എത്ര ആവണം? +1 ആവണം. സോ +1 3 × 1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ എത്ര? 4 + 3 എത്ര? 7. 7ൻ്റെ സ്ക്വയർ എത്ര? 49. മിനിമം വാല്യൂ മിനിമം വാല്യൂ y മിനിമം വാല്യൂ. സോ 4 മിനിമം വാല്യൂ എത്ര? മിനിമം വാല്യൂ 4 + 3 കോസ് തീറ്റ എന്താവണം? -1 ആവണം. അങ്ങനെയാണെങ്കിൽ 4 × 4 + 3 × -1 4 - 3 എന്ന് വരും അല്ലേ? 4 - 3 എത്ര? 4 - 3 1. 1ൻ്റെ സ്ക്വയർ എത്ര? 1. സോ മിനിമം വാല്യൂ 1 മാക്സിമം വാല്യൂ 49 കിട്ടി. ഈ സിമ്പിൾ അല്ലയോ? സിമ്പിളായി വരുന്നോ? സിമ്പിളാ. ഇത് ഇതാണ്ടേ y = 5 + 3 sin θ. y = 5 + 3 sin θ. മാക്സിമം വാല്യൂ നമ്മൾ നേരത്തെ കണ്ടതല്ലയോ? നമ്മൾ നേരത്തെ ഫസ്റ്റ് എക്സാമ്പിൾ കണ്ട സാധനം ഇത്. y മാക്സിമം എന്ന് പറയുമ്പോൾ എത്ര? 5 പ്ലസ് എന്ത് വരണം? സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് വരണം? മാക്സിമം വരണം +1. സോ 5 + 3 which is equal to 8. മിനിമം വാല്യൂ y minimum is equal to 5 - 3 which is equal എത്ര? 2. ഓക്കെ മക്കളെ അതായത് നോക്കിയേ, ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? y = a sin θ + b cos θ. നിങ്ങൾ ഓസിലേഷൻ ചാപ്റ്റർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വേവ്സും AC അങ്ങനത്തെ ഉള്ള ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും എന്ത് ചെയ്യും? കാണും. സോ y = a sin θ + b cos θ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണുക. ഇങ്ങനെയാണെങ്കിൽ ദാണ്ടെ ഓർത്ത് വെച്ചോ, മാക്സിമം വാല്യൂ y മാക്സിമം എന്ന് പറഞ്ഞാൽ ദാണ്ടെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇക്വേഷൻ വന്നേക്കുന്നത്. ഓക്കെ, സൈൻ തീറ്റയും ഉണ്ട്, കോസ് തീറ്റയും ഉണ്ട്. അതിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ട് ഇക്വേഷൻ കിടക്കുന്നത് a sin θ + b cos θ. ഇങ്ങനെയാണ് ഇക്വേഷൻ കിടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻസിനകത്ത് എല്ലാം എന്തായിരുന്നു? സൈൻ തീറ്റയും കോസ് തീറ്റയും ഇല്ല, ഏതെങ്കിലും ഒരാളെ ഉള്ളായിരുന്നു അല്ലേ? ഏതെങ്കിലും ഒരാളെ ഉള്ളായിരുന്നു. ഇവിടെ പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഉണ്ട്? ഒരു a sin θ കിടപ്പുണ്ട്, ഒരു b cos θ കിടപ്പുണ്ട്. സോ മാക്സിമം വാല്യൂ ഇത്രയേ ഉള്ളൂ, √(a² + b². √(a² + b². ഇത് നിങ്ങൾ വേവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഓസിലേഷൻ പഠിക്കുന്ന സമയത്ത്, വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ സംഭവം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ മിനിമം വാല്യൂ, ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? മിനിമം വാല്യൂ y മിനിമം ഈസ് ഈക്വൽ ടു -√(a² + b². സോ ഈ a² + b²ന്റെ നെഗറ്റീവ് എടുക്കണം. സോ -√(a² + b². ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. ഓക്കെ, സോ a sin θ + b cos θ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടാൽ ഓർത്തോളുക. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ √(a² + b². മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -√(a² + b². ഓക്കെ ആണേ? ഓക്കെ ഓർത്ത് വെച്ചോണേ. നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് പറ, y മാക്സിമം എത്ര? സിമ്പിളാ, √(. ഇവിടെ a ആയിട്ട് വന്നേക്കുന്ന ആരാ? 3. b ആയിട്ട് വന്നേക്കുന്ന ആരാ? 4. സോ 3² + 4². സോ √(3² + 4² which is equal to √(3യുടെ സ്ക്വയർ എത്ര? 9 പ്ലസ് 4ന്റെ സ്ക്വയർ എത്ര? 16 which is equal എത്ര? 16 10 26 25 √25 which is equal എത്ര കിട്ടും? 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂ പറ. y മിനിമം ഈസ് ഈക്വൽ ടു √(3² - 4². സോറി 3² + 4². അതിൻ്റെ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടും? 5 തന്നെ. ആൻസർ ലാസ്റ്റ് വരുമ്പോൾ എന്ത് കിട്ടും? -5 കിട്ടും. ഓക്കെ ആണേ? സോ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കുക, മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? അതിൻ്റെ നെഗറ്റീവ് വാല്യൂ എടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതേപോലെ y = sin 3θ. വൈയുടെ മാക്സിമം വാല്യൂ എപ്പോഴാണ്? y മാക്സിമം എത്ര എനിക്കറിയാം? സൈൻ തീറ്റ. സൈൻ്റെ അകത്ത് എന്തോ വന്നോട്ടെ, sin 3θ എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ ഒരു ആംഗിൾ, അതിനെ 3 കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും അതെന്ത് തന്നെയാണ്? സൈൻ്റെ അകത്ത് കിടക്കുന്ന ആളെന്ത് തന്നെയാണ്? വേറെ ഏതോ ഒരു ആംഗിളാണ്. ഓക്കെ, sin 3θ ആയിക്കോട്ടെ, sin 4θ ആയിക്കോട്ടെ, sin 5θ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ,
ജനറലി സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എത്ര? അത് +1 ആണ്. ആണേ നമുക്കറിയാം. അതാണ്ട് ഫോർ എക്സാമ്പിൾ സൈൻ ഒരു 5π/2. സൈൻ എത്ര? 5π/2. സോ സൈൻ 5 × π/2 നടക്കുന്നത്. സൈൻ 5 × π/2 നടക്കുന്നത് അല്ലയോ? ഓക്കെ ഓക്കെ. സോ സൈൻ തീറ്റ ജനറലി നമുക്ക് പറയാം സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ സൈൻ 3θ ആയിക്കോട്ടെ, 4θ ആയിക്കോട്ടെ, 5θ ആയിക്കോട്ടെ, സൈൻ 1000θ ആയിക്കോട്ടെ, എന്തോ ആയാലും സൈനകത്ത് വരുന്ന എന്തോ ഏതോ ഒരു ആംഗിളാണ്. സൈനകത്ത് വരുന്ന എന്തോ ഏതോ ഒരു ആംഗിളാണ്. അതിൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴും എന്ത് തന്നെയാണ്? അത് 1 തന്നെ. മിനിമം വാല്യൂ എന്ത് തന്നെയാണ്? -1 തന്നെ. സോ മാക്സിമം വാല്യൂ എന്ത് തന്നെയാണ്? ഇതിൻ്റെ 1 തന്നെയാണ്. ഓക്കെ. സോ തീറ്റ എപ്പോഴാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത്? ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കൂടെ കണ്ടുപിടിച്ചോ. മാക്സിമം വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി. അതായത് സൈൻ 3θ = എന്താണെന്ന് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത്. മാക്സിമം വാല്യൂ എപ്പോഴാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനി. ഓക്കെ. സോ മാക്സിമം വാല്യൂ എപ്പോഴാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? വെൻ. മാക്സിമം വാല്യൂ കിട്ടുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. സോ നമുക്ക് മനസ്സിലായി മാക്സിമം വാല്യൂ എത്ര? 1. അത് എപ്പോഴാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ സൈൻ 3θ എത്ര കിട്ടി? 1 കിട്ടി. നമുക്കറിയാം സൈൻ്റെ ഏത് വാല്യൂവിനാണ് 1 കിട്ടുന്നത്? സൈൻ 90 ആ 1 അല്ലയോ? സൈൻ 90 ആ 1 അല്ലയോ? സോ സൈൻ 3θ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ശരിക്കും? സൈൻ 90 അല്ലെങ്കിൽ സൈൻ π/2 അത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി 3θ എന്ന് പറയുന്ന സാധനം ആരാ? ഈ 3θ എന്ന് പറയുന്ന സാധനം ആരാ? അത് π/2 ആണ്. ഓക്കെ. സോ 3θ എന്ന് പറഞ്ഞാൽ ആരാണ്? π/2 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അത്? ഈ 3 എങ്ങോട്ട് കൊണ്ടുപോവാ? π/6 ആയിരിക്കും. π/6 ആയിരിക്കും. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? ഓക്കെ. സോ സൈൻ 3θ അല്ലെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്ര? അത് 1 തന്നെയാണ്. ആ മാക്സിമം വാല്യൂ കിട്ടുന്ന എപ്പോഴാണ്? തീറ്റ π/6 ആവുമ്പോൾ. തീറ്റ എപ്പം? π/6 ആവുമ്പോൾ. ഓക്കെ ആണേ? ഓക്കെ. ഇനി അതേപോലെ മിനിമം വാല്യൂയോ? മിനിമം വാല്യൂ മിനിമം മിനിമം വാല്യൂ എത്ര? -1 ആണ്. ഇനി അതിൻ്റെ മിനിമം വാല്യൂ എപ്പോഴാണ് കിട്ടുന്നത്? അതായത് സൈൻ 3θ എന്തോ ആയി? -1 ആയി. സൈൻ 3θ എന്തോ ആയി? -1 ആയി. സോ സൈൻ 3θ -1 ആവുന്ന എപ്പോഴാണ്? അത് ഞാൻ പറഞ്ഞായിരുന്നു. സൈൻ ഓഫ് -π/2 എടുത്താൽ മതി. എന്തെടുത്താൽ മതി? -π/2 എടുത്താൽ മതി. സൈൻ ഓഫ് -θ എന്ത് തന്നെയാണ്? -sin θ തന്നെയാണ്. ഓക്കെ. സോ -π/2 എടുത്താൽ മതി. സോ 3θ = എന്താ? -π/2. തീറ്റ = എന്താ? -π/6. ഓക്കെ ഓക്കെ. സോ അങ്ങനെ എന്താണ്ടേ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. നോക്കിയാൽ y = 10 cos 5θ. y = 10 cos 5θ. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ. സോ മാക്സിമം വാല്യൂ = എന്താ? 10 cos 5θയുടെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? 10 × cos 5θ. മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഈ cos എന്ന് പറയുന്ന ഫംഗ്ഷൻ എത്ര ആവണം? 1 ആവണം. സോ 10 × 1 = എത്ര? 10 മാക്സിമം വാല്യൂ. ഇനി മിനിമം വാല്യൂ = എത്ര? 10 × എന്താവണം? ഇത് കോസിന്റെ വാല്യൂ എന്താവണം? ഏറ്റവും മിനിമം ആവണം. cos 5θ എത്ര മിനിമം ആവുന്നത്? -1. cos 5θ എത്ര? -1. സോ 10 × -1 എത്ര? -10. അതായിരിക്കും എന്തോന്ന്? മിനിമം വാല്യൂ. ഓക്കെ ആണോ? ഇനി വെൻ മാക്സിമം വാല്യൂ എപ്പോൾ കിട്ടുമെന്ന് നോക്കാം. ഇതാ നോക്കിയേ. മാക്സിമം വാല്യൂ എത്ര? cos 5θ. എത്ര കയ്യിലാണ് വരുന്നത്? cos 5θ എന്താവണം? cos 5θ എന്താവണം? എന്താവണം? 1 ആവണം. cos 5θ എന്താവണം? 1 ആവണം. അങ്ങനെയാണെങ്കിൽ പറ cos 5θ 1 ആവുന്നത് എപ്പോഴാണ്? എത്ര? കോസിന്റെ ഏത് വാല്യൂവിനാണ് 1 കിട്ടുന്നത്? cos 0 1, cos π1, 2π1, cos 4π1 നമ്മൾ കണ്ടായിരുന്നല്ലോ. കോസിനകത്തൊരു ഈവൻ പൈ വന്നു കഴിഞ്ഞാൽ അതെല്ലാം എന്താ? 1 ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. സോ ജനറലി നമുക്ക് പറയാം cos 0 1 ആണ്. ഓക്കെ. cos 0 എന്താ? 1. അങ്ങനെയാണെങ്കിൽ എത്ര? 5θ = എന്താ? 0 അല്ലെങ്കിൽ θ = എന്താ? 0 ഡിഗ്രി. θ = എന്താ? 0 ഡിഗ്രി. ഓക്കെ. അത് ഒരു ആംഗിൾ. ഇനി ജനറലി പറയുകയാണെങ്കിലോ നമുക്ക് വേണമെങ്കിൽ ജനറലി പറയാം.
ഒരു ആംഗിൾ കിട്ടി എത്ര 0 ആണെങ്കിൽ മാക്സിമം വാല്യൂ കിട്ടും. ഇനി വേറെ ഏതെങ്കിലും ആംഗിളുകളുണ്ടോ? ഉണ്ട്. നമുക്ക് ജനറലി പറയാം. നമുക്കറിയാം കോസിനകത്ത് ഈവൻ പൈ വന്നു കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ ഈ ലെക്ചറിൽ പഠിച്ചായിരുന്നില്ലേ? cos 2π, cos 4π, cos 6π, cos 8π, അതെല്ലാം എന്താ? 1. ഈവൻ പൈ വന്ന എന്താ? 1 നമ്മൾ പഠിച്ചായിരുന്നില്ലേ? അങ്ങനെ അതേ പറ 5θ ഈസിക്കൽ ഒരു ഈവൻ പൈ ആണെങ്കിൽ, ഈവൻ പൈ എന്ന് പറഞ്ഞാൽ എത്ര? 2n. ഈവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എങ്ങനെ? 2n. ഓടെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യും? 2n-ൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യും. 2n + 1. കാരണം ഈവൻ നമ്പറെ +1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ? 2 + 1 3, 4 + 1 5 അല്ലേ? ഒരു ഈവൻ നമ്പറെ +1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ജനറലി നമുക്കൊരു ഈവൻ നമ്പർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? 2n എന്ന് പറയാം. 2n ഈവൻ നമ്പർ. സോ 5θ ഈസിക്കൽ എന്തായിരിക്കണം? ഒരു ഈവൻ പൈ ആയിരിക്കണം. അതായത് 2n പൈ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറ തീറ്റ ഈസിക്കൽ എന്താ? തീറ്റ ഈസിക്കൽ ടു 2n π/5. ജനറലായിട്ട് പറഞ്ഞാൽ എന്നിന് 0 കൊടുത്തു നോക്ക്, തീറ്റ ഈസിക്കൽ ടു 0 കിട്ടും. എന്നിന് 1 കൊടുത്തു നോക്ക്, അപ്പോൾ എത്ര? 2π/5 എന്ന് കിട്ടും. അവിടെ എന്ത് തന്നെ ആയിരിക്കും ആൻസർ? മാക്സിമം വാല്യൂ കിട്ടും. ഇനി എന്നിന് 2 കൊടുത്തു നോക്ക്, 4π/5 കിട്ടും. അവിടെ എന്തായിരിക്കും? ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ജനറലി. ഇനി മിനിമം വാല്യൂ കിട്ടുന്നത് എവിടെ? മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ എന്താ? കോസ് മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ, ഓക്കെ, വെൻ മിനിമം വാല്യൂ എപ്പോഴാണ് കിട്ടുന്നത് എന്ന് നോക്കാം നമുക്ക്. സോ cos 5θ എന്താവണം? -1 ആവണം. cos 5θ എന്താവണം? -1 ആവണം. ഫസ്റ്റ് വാല്യൂ ഏതാ? ഫസ്റ്റ് വാല്യൂ കോസിൻ്റെ ഏത് വാല്യൂവിനാണ് -1 ഇടുന്നത്? cos 180 അല്ലേ? കോസ് ഓഡ് പൈ എല്ലാം എന്താവും? -1 ആവും. നമ്മൾ പഠിച്ചല്ലേ? നമ്മൾ ഈ ലെക്ചറിൽ തന്നെ പഠിച്ചു. കോസ് ഓഡ് പൈകളെല്ലാം എന്താവും? -1 ആവും. സോ ഫസ്റ്റ് ഓഡ് വാല്യൂ എത്ര? പൈയുടെ പൈ. ഫസ്റ്റ് ഓഡ് വാല്യൂ എത്ര? പൈ. പൈയുടെ ഫസ്റ്റ് ഓഡ് വാല്യൂ എത്ര? പൈ. 1π ഇല്ലയോ? ഇനി അതേപോലെ 2π ഇവിടെ വരും, 3π, 4π, 5π. കണ്ടോ? പൈ, 3π, 5π, അതൊക്കെയാണ് കോസിൻ്റെ ഓഡ് വാല്യൂസ് അല്ലേ? ഓഡ് പൈകൾ. ഓക്കെ, സോ ഫസ്റ്റ് വാല്യൂ എത്ര? കോസ് പൈ. അതങ്ങനെ എഴുതാം. -1 കിട്ടുന്ന ഫസ്റ്റ് വാല്യൂ എത്ര? കോസ് പൈ. ഓക്കെ, അപ്പോൾ 5θ ഈസിക്കൽ എന്ത് കിട്ടി? 5θ ഈസിക്കൽ ടു പൈ എന്ന് കിട്ടി. തീറ്റ ഈസിക്കൽ എന്ത് കിട്ടി? π/5 എന്ന് കിട്ടി. തീറ്റ ഈസിക്കൽ എന്തെന്ന് കിട്ടി? π/5 എന്ന് കിട്ടി. ഓക്കെ ആണേ? ഓക്കെ, ഇനി അതുപോലെ ജനറലി പറയാം. ജനറലി ഇതാ നോക്കിയേ. ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 5θ എന്താവണം? -1 വാല്യൂ കിട്ടേണ്ടത്. -1 എന്ന് പറഞ്ഞാൽ എന്താ? കോസിൻ്റെ ഓഡ് പൈ. അതല്ലെങ്കിൽ നമുക്ക് പറയാം 2n + 1 ഓഡ് പൈ. തീറ്റ ഈസിക്കൽ എന്താ? 2n + 1 π/5. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഓക്കെ ആണേ? അപ്പം ജനറൽ വാല്യൂസ് ഏതൊക്കെ വാല്യൂസിലാണ് +1 കിട്ടുന്നതും -1 കിട്ടുന്നത്, ഏതൊക്കെ വാല്യൂസിലാണ് സീറോസ് കിട്ടുന്നതെന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂയും മിനിമം വാല്യൂയും കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചു. അപ്പോൾ ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്ത് തറവാക്കാം. ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തറവാക്കുന്നതായിരിക്കും. സോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. ഹാപ്പി ലേണിംഗ്.